ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മീഷോ ഹോളാണ് കേട്ടോ. ഹോൾ വീഡിയോ പ്ലസ് ഒരു വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ, ആ ഒരു രീതിയിലാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഷെയറോടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇട്ടിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇതൊരു കുർത്ത പാൻറ് സെറ്റാണ്. ഈ ഒരു സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത്. പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് പോളി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് 500 സംതിങ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ റേറ്റ് വാരി ചെയ്യുന്നുണ്ടാകും. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എസ് സൈസ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ലീവാണ് 3/4 ആണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഇത്രയാക്കിയതാണ്. കാരണം എനിക്ക് 3/4 സ്ലീവ് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ മെറ്റീരിയൽ പോളി സിൽക്കാണ്. സമ്മറിന് ഭയങ്കര ഓക്കെ അല്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം കാറ്റൊക്കെ ഇതാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലിനാണ്. ഭയങ്കര അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഒരു നമുക്കൊരു ചെറുതായിട്ടൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ, ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ നെക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻസൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിൻ്റുകളാണ്. പക്ഷേ ഞാൻ ഒരുപാട് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. കളറിനോ അല്ലെങ്കിൽ ഒന്നും ഒരു തരത്തിൽ ത്രെഡ് വരുമോ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളും ഒന്നും ഒരു എന്താ പറയുക ചെറുതായിട്ട് കൂടി ഒന്നും ഫെയ്ഡായിട്ടില്ല. അത്ര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വാഷും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെ നെക്ക് ഇതാ ഈ ഒരു പോലെയാണ് കേട്ടോ നെക്ക് വരുന്നത്. ഒരു റൗണ്ടാണ്, എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അതുപോലെ തന്നെ കുറച്ച് കയറിയിട്ടുള്ള റൗണ്ടാണ്. ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. ഒരു സ്ട്രെയിറ്റ് പാൻറ് പോലെ തന്നെ ഒരു ബോട്ടമാണ് വരുന്നത്. സെയിം മെറ്റീരിയൽ, ഈ ഒരു പോളി സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ബോട്ടവും വരുന്നത് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ആ ഒരു പെൻസിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഫിറ്റ് വരുന്നത് കൊണ്ട് ഭയങ്കര ഇടാനും കംഫർട്ടബിൾ ആണ്. ഏത് ക്ലൈമറ്റിനായാലും പറ്റും കേട്ടോ. പിന്നെ ഭയങ്കര സീത്രവും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾക്ക് അടിയിൽ വേറെ ഒരു എക്സ്ട്രാ ഒരു പാൻറ്റും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല, വേറെ ഇന്നേഴ്സൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാൻറ് തന്നെ ഓക്കെയാണ്. പിന്നെ കുർത്തിയാണെങ്കിലും കുർത്തേൻ്റെ ലെങ്ത്ത് നമ്മുടെ നീൻ്റെയും കുറച്ച് താഴോട്ടായിട്ട് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പം പാൻറ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നൂല്ല, എന്നാലും വലിയ ടൈറ്റൊന്നും അല്ല കേട്ടോ. ഞാൻ എസ് സൈസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെയാണ്. ഫസ്റ്റ് സൈസ് വരുന്നത് എസ് ആണ് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് XXL വരെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. കാഷ്വലായിട്ട് വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇതൊരു പ്ലീറ്റഡ് സ്കേർട്ടാണ്, പേർപ്പിൾ കളറാണ് വരുന്നത്. ആൻഡ് ഇതൊരു ഫുൾ ലെങ്ത് ആണ് കേട്ടോ, ഒരു ആംഗിൾ ലെങ്ത് അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് വരുന്ന ഒരു പ്ലീറ്റഡ് സ്കേർട്ടാണ്. വേസ്റ്റ് സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 30 ആണ്. എനിക്ക് ഓക്കെ ആണ് കേട്ടോ, 30 സൈസ് ഓക്കെയാണ്. 28, 30 ഒക്കെയാണ് ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ബ്ലാക്ക്, വൈറ്റ് അതുപോലെ എല്ലാ ക്രോപ്പ് ടോപ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്സൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ആണ് കേട്ടോ അധികം യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഒരു ക്രീപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഭയങ്കര സീത്രവും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മൾ നോർമൽ എന്തെങ്കിലും സ്കേർട്ടിൻ്റെ ബോട്ടം വെയർ എന്തെങ്കിലും വെയർ ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ചെയ്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയപ്പം വന്നിട്ടുള്ളത് 300 സംതിങ് ആയിരുന്നു കേട്ടോ. ഇപ്പം റേറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടാകും, കറക്റ്റ് അറിയില്ല. ഇതും ഇതുപോലെ തന്നെ വാഷൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. വാഷ് ചെയ്തിട്ടൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടിപൊളി തന്നെയാണ്. എന്താ പറയുക, ഒരു മസ്റ്റാവാണ് ഒരു എന്താ പറയുക സ്കേർട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ബ്ലാക്കും അല്ലെ വൈറ്റ് അല്ലെങ്കിൽ പിങ്ക്, മെറൂൺ, റെഡ്, അങ്ങനെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ്. അതിലെനിക്ക് ഏറ്റവും ഒരു ഇഷ്ടമായിട്ട് തോന്നിയത് ഈ ഒരു കളറായിരുന്നു കേട്ടോ, ഈ ഒരു പേർപ്പിൾ കളറായിരുന്നു. അതും ഇതിൻ്റെ കൂടെ നമുക്ക് പലതരത്തിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പലതരം ടോപ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്റ്റൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്കേർട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടാവേണ്ട ഒരു സ്കേർട്ട് തന്നെയാണ്, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് ആയാലും നല്ലതാണ്. നമുക്ക് പലതരത്തിലും പല കളർ ടോപ്സ് വെച്ചിട്ടും സ്റ്റൈൽ ചെയ്യാം. ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതും നല്ല അടിപൊളി തന്നെയാണ്.
അടുത്തത് വരുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതൊരു എന്താ പറയുക റൗണ്ട് നെക്ക് അല്ലെ കുറച്ചൊരു ഹൈ നെക്ക് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതൊരു കോംബോ ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബ്ലാക്കും വൈറ്റും കോംബോ ആയിട്ട് വാങ്ങിയിട്ടാണ്. നമ്മുടെ കയ്യിൽ മസ്റ്റ് ആവാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ലീവ്ലെസ് എന്തെങ്കിലും ഒരു ക്രോപ്പ് ടോപ്പ് മസ്റ്റ് ആവാണ്. നമുക്ക് പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളപ്പം ഒരു 270 ആ ഒരു റേഞ്ചിലായിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. കോട്ടൺ ആണെന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എം സൈസാണ്. എം സൈസ് എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഭയങ്കര ബോഡിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റിൽ കിടക്കുന്ന ഇതിനോട് എനിക്ക് താല്പര്യമില്ല. ഇതും നമുക്ക് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷർട്ട്സ് അതൊക്കെ ഇടുമ്പോൾ നമുക്കതിൻ്റെ ഇന്നറായിട്ടും യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സെയിം നേരത്തെ കാണിച്ച ക്രോപ്പ് ടോപ്പിൻ്റെ അതേപോലത്തെ ടാങ്ക് ടോപ്സ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് ഇതിൻ്റെ വരുന്നത്. മറ്റേത് കുറച്ച് ഹൈ നെക്കാണ്, ഇതൊരു റൗണ്ട് നെക്കാണ് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾക്ക് ആ ഒരു ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും ഇതുപോലെ തന്നെ കോംബോ ആണ് കേട്ടോ. ബ്ലാക്കും വൈറ്റിൻ്റെയും കോംബോ ആണ്. ഇതും ഇതുപോലെ തന്നെ 290 റുപ്പീസ് ആയിരുന്നു രണ്ടും കൂടെ കോംബോയിൽ. ഇതിൻ്റെയും വൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെയും സെയിം വൈറ്റ് തന്നെയുണ്ട്. ഇതും ഞാൻ ഇതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും കുറച്ച് തിന്നായിട്ടുള്ള ടോപ്സൊക്കെ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിലിടാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒറ്റക്കും ഇടാൻ കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഷർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ജീൻസ് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലും ഇതിടാം. ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. സൈസ് എടുത്തിട്ടുള്ളത് എം ആണ്. പക്ഷേ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു പക്കാ കോട്ടൺ ആണോ എന്നറിയില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരുപാട് വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. സെയിം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. കളറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ത്രെഡ് വരുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുത്തത് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രോപ്പല്ല, ഒരു നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ അത്രയൊക്കെ വരുന്നൊരു ക്രോപ്പ് ടോപ്പാണ്. ബ്ലാക്ക് ആണ് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ബ്ലാക്ക് കളർ ക്രോപ്പ് ടോപ്പാണ്. മസ്റ്റാവാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു ക്രോപ്പ് ടോപ്പ്. ഇത് നമ്മൾക്ക് ഇതുപോലെ തന്നെ സ്കേർട്സിൻ്റെയും ജീൻസിൻ്റെയും ഒക്കെ കൂടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ ഒക്കെ അടിയിലും നമ്മൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു സ്കൂപ്പ് നെക്ക് എന്നാണ് കേട്ടോ അതിൽ പറയുന്നത്. ഒരു സ്കൂപ്പ് നെക്കായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ടോപ്പാണ്, ക്രോപ്പ് ടോപ്പാണ്. ഇതും ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് എം സൈസ് ആണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഷോർട്ട് സ്ലീവാണ്. മറ്റേതൊക്കെ സ്ലീവ്ലെസ് ആയിരുന്നു. ഇത് ഷോർട്ട് സ്ലീവാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ വരുന്നത് ലൈക്ര മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. മറ്റേതിൻ്റെ അത്ര കട്ടിയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് എന്താ പറയുക അങ്ങനെ ഭയങ്കര തിന്നോ ഭയങ്കര ഇങ്ങനെ സീത്രോ ഒന്നുമല്ല, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മറ്റേതിനെ വെച്ച് കുറച്ചുകൂടെ സോഫ്റ്റാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ബാക്കിൽ കുറച്ച് കയറിയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 220 ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം എം സൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്കേർട്സിൻ്റെ കൂടെ പെയർ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ഷർട്ടാണ് കേട്ടോ. ഇതാണ് ആ ഒരു ഷർട്ട്. ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു ഷർട്ടാണ് ഇത് വരുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എസ് ആണ് കേട്ടോ. എസ് എനിക്ക് പെർഫെക്റ്റ് ആണ്. കാരണം ഭയങ്കര ടൈറ്റും അല്ല ഭയങ്കര ലൂസും അല്ല, എൻ്റെ ഒരു കറക്റ്റ് ഫിറ്റാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് അത്യാവശ്യം ഈ ഒരു സീസണിലും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വലിയ എന്താ പറയുക നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പെട്ടെന്നൊന്നും മെറ്റീരിയൽ അങ്ങനെ മോശമാവില്ല. പിന്നെ സ്ലീവ് വരുന്നത് 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവ് ഒരു പ്രത്യേകതരം സ്ലീവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഡിസൈനിലുള്ള സ്ലീവാണ്. ഇവിടെ എൻഡിൽ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പഫ് പോലെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു പ്രത്യേകതരം ഒരു സ്ലീവ് തന്നെയാണ്. ക്രോപ്പാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഒരു ഫുൾ ഭയങ്കര ചെറിയ ക്രോപ്പല്ല, എന്നാലും അത്യാവശ്യം ലെങ്ത്തൊക്കെയുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഒരു ക്രോപ്പാണ്. എനിക്ക് തോന്നുന്നു നല്ല ജീൻസിൻ്റെയും അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ കൂടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും, നല്ല രസമാണ്. ഞാനിത് ജീൻസിൻ്റെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 295 ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2-3 തവണ ഈ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ജോർജറ്റാണ് മെറ്റീരിയൽ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ട.
എന്ന് പറയുന്നത് ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. ഈ ഒരു കോട്ട് സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 297 ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയപ്പം. മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. ഭയങ്കര കംഫർട്ടബിളൊക്കെ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ 297 ഇത് അടിപൊളി തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എസ് സൈസാണ്. എനിക്ക് പക്കാണ് കേട്ടോ. പാൻറ്റും ഇതുപോലെ തന്നെ എസ് സൈസിന് ഓക്കെയാണ്, കറക്റ്റ് തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത്. ഒരു ആംഗിൾ ലെങ്ത് ഒക്കെ ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത്. പിന്നെ ടോപ്പും ഇതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള ക്രോപ്പായിട്ടുള്ള ടോപ്പാണ് വരുന്നത്. ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. റയോൺ ആണ് മെറ്റീരിയൽ. വാഷ് ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല, അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ബട്ടൺസ് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബട്ടൺസ് ഈ ഒരു സൈഡിൽ ബട്ടൺസ് പോയിട്ടുണ്ട്. 2 ബട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്ര വലിയ ലെങ്ത്തിൽ 2 ബട്ടണേ അവർ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ ബട്ടൺസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇവിടെയുള്ള ബട്ടൺ പോയിട്ടുണ്ട്. എങ്ങനെയോ വാഷ് ചെയ്തപ്പോഴോ എങ്ങനെയോ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബട്ടൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് എന്താ പറയുക, ഇതിപ്പം ബട്ടൺ ഇല്ലാതെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പം ബാക്കി കുഴപ്പമൊന്നുമില്ല. ബാക്കി മെറ്റീരിയൽ ക്വാളിറ്റി വൈസൊക്കെ അടിപൊളിയാണ്. പക്ഷേ ആ ഒരു ബട്ടൺ പോയതുകൊണ്ടുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. പിന്നെ വാഷ് ചെയ്തിട്ടും കളർ ഫെയ്ഡാവാനോ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തൊരു കളറാണ്, ഈ ഒരു സെയിം കളറാണ് കേട്ടോ. ഈ ഒരു ക്യാമറയിൽ കാണുന്ന ആ സെയിം കളർ തന്നെയാണ്. അപ്പം നമ്മുടെ അടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഒരു ഹോൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്മറിന് പെർഫെക്റ്റ് ആണ്, ഒരു സംശയമില്ല. ഇതിൻ്റെ ഒരു മോഡലായാലും ഇനിയിപ്പം മെറ്റീരിയൽ ആയാലും പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയപ്പം. വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തപ്പോഴും കളർ ഫെയ്ഡാവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്ലീവ് വരുന്നത്. സ്ലീവ്ലെസ് ആണ്. എന്നിട്ട് ഇതുപോലെ എന്താ ന്യൂഡിൽ സ്ട്രാപ്പോ അങ്ങനെ എന്തോ ആണ്, അങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഈ സ്ലീവിൻ്റെ ഈ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വി നെക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് ഒരു സ്ക്വയർ നെക്കാണ്. കുറച്ച് വൈഡായിട്ടുള്ള സ്ക്വയർ നെക്കാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. പക്ക കോട്ടൺ തന്നെയാണ് കേട്ടോ. പക്ക ഒരു സമ്മർ വെയർ തന്നെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മീഷോ ഹോൾ, അതുപോലെ തന്നെ ഒരു വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. ചിലതൊക്കെ നിങ്ങൾ കാണാത്തതായിരിക്കും, ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഞാൻ ആ ഒരു വാഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. ഇന്ന് വാഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചിലതിൻ്റെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകും വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.